അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആവുമ്പോൾ എൻ്റെ റബ്ബ് എന്നതിലുണ്ടാവണം. അമ്മാ ബിനിഅമത്തി ഫഹദ്ദിസ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് ആണ് പറഞ്ഞത്. അവിടെ റബ്ബാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം എല്ലാ നല്ല കാര്യങ്ങളും ബിസ്മി ചൊല്ല. 21 ദിവസം ഒരാൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ 22ാമത്തെ ദിവസം മുതൽ അത് അവൻ്റെ ജീവിതത്തിൽ അറിയാതെ തന്നെ വന്നുകൊള്ളുമെന്നാണ്. കുട്ടികൾക്ക് ഒരു വിഷയം പരിശീലിപ്പിക്കാൻ 7 ദിവസമാണ് വേണ്ടത്. മുതിർന്നവർക്ക് ഒരു വിഷയം പരിശീലിപ്പിക്കാൻ 21 ദിവസമാണ് വേണ്ടത്. കുട്ടികളെ 7 ദിവസം ഒരേ കാര്യം ഒരുപോലെ ചെയ്യിച്ചാൽ, വിടാതെ ചെയ്യിച്ചാൽ 8ാം ദിവസം മുതൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ മുതിർന്നവർ 3-7 വേണം, 3 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം. അപ്പോൾ 21 ദിവസം തുടർച്ചയായിട്ട് ഒരാൾ സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റാൽ പിന്നെ ഓന് അറിയാതെ അലാറൊന്നും വെക്കാതെ തന്നെ സുബഹിൻ്റെ മുമ്പ് ഉണരും. അങ്ങനെയാണ്. അവർ ശീലമാകാൻ എടുക്കുന്ന സമയം അത് നമ്മൾ പരിശീലിച്ച് മനഃപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി. ഉസ്താദിനെ വിളിക്കുകയാണ് ഫോണിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് മൊബൈൽ ഓൺ ചെയ്യാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ കാര്യങ്ങൾക്കും നന്മയുടെ എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ശീലം. അങ്ങനെ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 3 അദബുകൾ, അത് സുന്നത്താവുന്നത് നിയ്യത്ത് വെക്കുമ്പോഴാണ്. അദബായി തന്നെ തുടരും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണെന്ന് നിയ്യത്ത് ചെയ്താൽ സുന്നത്താവും. അല്ലെങ്കിൽ അദബ് മാത്രമേ ആവുള്ളൂ. അദബ് മാത്രമായാൽ കാര്യമില്ല എന്നല്ല, സുന്നത്തും കൂടി ആയാൽ ഇരട്ടി കാര്യമാണുള്ളത്. അതുകൊണ്ട് എല്ലാ അദബുകളും ചെയ്യണം. അത് നിയ്യത്ത് ശരിയാക്കിയിട്ട് സുന്നത്താക്കി മാറ്റിയെടുക്കുകയും ചെയ്യണം. നമ്മളിവിടെ ഇന്ന് വന്നിട്ടുള്ളത് മഹല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അധികവും. മുഅ്മിനീങ്ങളെ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ആദ്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിവാമുദ്ദുന്യാ ബി അർബഅത്തി അഷ്യാ, നിലനിൽപ്പിന്റെ ആധാരങ്ങൾ 4 എണ്ണമാകുന്നു. 1 ഇൽമുൽ ഉലമാഇ, വിവരമുള്ളവരുടെ വിവരം. 2ാമത്തേത് അദ്ലുൽ ഉമറാഇ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നീതിബോധം. 3ാമത്തേത് സഖാഉൽ അഗ്നിയാഇ, പൈസയുള്ളവരുടെ ദാനശീലം. 4ാമത്തേത് ദുആഉൽ ഫുഖറാഇ, സാധുക്കളുടെ ദുആ. 4 കാര്യങ്ങളാണ് നിലനിൽപ്പിന്റെ ആധാരം.